ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും AK വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. സിമ്പിളായിട്ടൊരു ചിക്കൻ കൂർക്ക ഇട്ടിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കൂർക്ക. അപ്പോൾ കൂർക്ക നമ്മൾ വാങ്ങിച്ച് തന്നെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയത് വാങ്ങിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പണി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുക്കർ വെച്ചിട്ടുണ്ട്. അതിൽ കുക്കർ ചൂടായി വന്നിട്ടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, സാധാരണ നമ്മൾ ചെയ്യുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിൽ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. സവാള നേരിയ രീതിയിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ സവാള ഇട്ട് നന്നായിട്ടത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ പറഞ്ഞാൽ കൂർക്കയും ചിക്കനും കൂടി ഇട്ടിട്ട് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അത് ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മൾ തൃശ്ശൂർ ഭാഗത്തെല്ലാം കൂർക്ക ഇട്ടിട്ട് ആണ് ചിക്കൻ വെക്കുക. ബീഫ് ഇതെല്ലാം കൂർക്ക ഇട്ടിട്ട് വെക്കാറുണ്ട്. ബീഫ് വെക്കുമ്പോൾ പച്ചക്കായ ഇട്ടിട്ട് വെക്കും. ബീഫ് പൊതുവെ നമ്മൾ വെക്കാറില്ല, ബീഫ് ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ സവാള ഇട്ട് സവാള നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മസാലപ്പൊടി എന്തെല്ലാം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല. അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് നമ്മൾ എത്രയാണോ യൂസ് ചെയ്യുന്നത്, എരിവ് അങ്ങനെ വേണം. പാകത്തിന് എരിവ് വേണ്ടുന്നവർ അതിനനുസരിച്ച് ഇടുക. അല്ലാത്തവർ എരിവ് കൂടുതൽ വേണ്ടുന്നവർ ഒരു സ്പൂൺ. ഞാൻ ഇവിടെ 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂണ് ചിക്കൻ മസാല, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിൽ അടിച്ചിട്ടില്ല, ചതച്ചെടുക്കുമായിരുന്നു. എന്നിട്ട് അതിലേക്ക് തക്കാളി കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക. എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്നറിയോ, നമ്മളെ മെയിൻ സാധനമായ കൂർക്ക കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂർക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനിത് ഈ കേടുള്ളത് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഇട്ടുന്നത് കേട്ടോ. അത് കേടുള്ളത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് കുക്കറിലിട്ടെടുത്തിട്ട് ഒറ്റ വിസിൽ, ചിക്കനും വെന്ത് കിട്ടും, കൂർക്കയും വെന്ത് കിട്ടും. ഞാൻ എങ്ങനെയാണ് ചെയ്യാറ്, ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഒറ്റ വിസിൽ. ചെറിയ ഉള്ളിയില്ലേ, ഇങ്ങോട്ട് ഉള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഉള്ളീനെ ഉള്ളി എന്ന് പറയും. നമ്മൾ സവാളേനെയാണ് കണ്ണൂർ ഭാഗത്ത് ഉള്ളി എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഒറ്റ വിസിലേ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചിക്കൻ വെന്തുടഞ്ഞു പോവും, കൂർക്കയും വെന്തുടഞ്ഞു പോവും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ നമ്മളെ കുക്കറിന് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇത് കളയുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് തുറക്കുക. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കനിലുള്ള വെള്ളം തന്നെയാണ്, നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതിനുശേഷം നമ്മളിത് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ട് ഡ്രൈ ആയിരിക്കണം കേട്ടോ കറി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിയില, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നാലും മല്ലിയില ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുമ്മുണ്ടാവുക, മനസ്സിലായോ, ഗുമ്മ്. എന്നിട്ട് ഇത് കുറച്ചുകൂടി നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഏകദേശം കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ അടച്ച് വെച്ചിട്ട് കുറച്ച് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ചെറിയ വെള്ളം ഉണ്ട് കറിയിൽ. അത് തണുക്കുമ്പോൾ ഡ്രൈ ആയിക്കോളും. കിഴങ്ങിൻ്റെ ആ കൊഴുപ്പ് കൊണ്ട് കറി ചൂടാറുമ്പോൾ ഇത് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ് ചിക്കൻ. ഈ കറി ചപ്പാത്തിയുടെ കൂടെ കഴിക്കുക, ദോശയുടെ കൂടെ കഴിക്കുക, പുട്ടിൻ്റെ കൂടെ കഴിക്കുക, ചോറിൻ്റെ കൂടെ കഴിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ തരുന്ന ഓരോ സബ്സ്ക്രൈബും നമുക്കുള്ള പ്രചോദനമാണ്. അപ്പോൾ
അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.